ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ട് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കും തുടങ്ങിയവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം ഒരു 45 യൂട്യൂബ് ടിപ്സ് വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു യൂട്യൂബർ അറിയേണ്ട പ്രധാന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നമുക്കൊരു ഇപ്പോൾ യൂട്യൂബറാണ് എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആയാൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 1.5 വർഷമായി. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ പലരും വാച്ച് അവർ കുറയുന്നു, സബ്സ്ക്രൈബേഴ്സ് ആകുന്നില്ല, വ്യൂസ് ഇല്ല എന്നൊരു പ്രശ്നമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ വാച്ച് അവർ കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ എന്താ പറയുക, ഫുൾ മോണിറ്റൈസേഷൻ ആയാൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റൂലേ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. 4000 വാച്ച് അവറും എന്താ പറയുക 1000 സബ്സ്ക്രൈബേഴ്സുമാണ് ഫുൾ മോണിറ്റൈസേഷന് വീഡിയോൻ്റെ കാര്യത്തിൽ. ഷോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും 1000 സബ്സ്ക്രൈബർ വേണം, അതേപോലെ 100 ലക്ഷം വ്യൂസും വേണം. ഫുൾ മോണിറ്റൈസേഷൻ്റെ മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഹൗ മോണിറ്റൈസേഷനെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. പിന്നെയെന്ന് പറയുന്നത് ഈ വാച്ച് അവർ കുറയുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ വാച്ച് അവർ കുറയില്ല. നമ്മളെ വാച്ച് അവർ ഒരിക്കലും കുറയില്ല. നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ കാരണമാണ് കുറയുന്നത്. പിന്നെ നമ്മുടെ തെറ്റിദ്ധാരണകളുമാണ് കേട്ടോ വാച്ച് അവർ കുറയുന്നു എന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ചാനൽ തുടങ്ങിയിട്ട് ഒരു 365 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ച് അവർ കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 365 ദിവസത്തെ മാത്രമേ യൂട്യൂബ് എടുക്കത്തുള്ളൂ, മനസ്സിലായോ? അപ്പോൾ കുറയും. അതിന് ശേഷം ഇപ്പോൾ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്, അല്ലാതെ കുറയത്തില്ല. പിന്നെ കുറയുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചില വീഡിയോസ് ഡിലീറ്റ് ആക്കാറുണ്ടല്ലേ, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ട് ഡിലീറ്റ് ആക്കാറുണ്ട്. ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് അവർ കുറയും, സബ് കുറയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആ ഏത് വീഡിയോ ആണോ നമ്മൾ ഡിലീറ്റ് ആക്കിയത് ആ വീഡിയോൻ്റെ വാച്ച് അവറാണ് കുറയുക. അപ്പോൾ നല്ല വ്യൂസും കാര്യങ്ങളുണ്ട്, വാച്ച് അവർക്ക് ഉണ്ടെന്ന് വെച്ചാൽ വ്യൂസും കുറയും. വ്യൂസ് കുറഞ്ഞാൽ കുഴപ്പമില്ല, വാച്ച് അവർ നമ്മൾ തീർച്ചയായിട്ടും കുറയും കേട്ടോ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതാരും അങ്ങനെ ചെയ്യാതിരിക്കുക. വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്കൊരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും വീഡിയോ അൺലിസ്റ്റോ പ്രൈവറ്റോ ആക്കി വെച്ചാലും ഇപ്പോൾ ഒരു പബ്ലിക്ക് ചെയ്ത വീഡിയോ വീണ്ടും നമ്മൾ എന്താ പറയുക അൺലിസ്റ്റ് ആക്കുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുന്നു, അങ്ങനെ ചെയ്താലും നമ്മുടെ ഏത് വീഡിയോസാണോ അങ്ങനെ ചെയ്തത് ആ വീഡിയോസിന് വാച്ച് അവർ കുറയാൻ സാധ്യതയുണ്ട്, മനസ്സിലായോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. കുറയുന്നു എന്ന് പറയുന്നവരോടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പലരും കുറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറയും. ഇതേപോലെ അൺലിസ്റ്റും പ്രൈവറ്റ് ആക്കി വെച്ചാലും കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചില വീഡിയോസിന് യൂട്യൂബ് മോണിറ്റൈസേഷന് അപ്രൂവ് ചെയ്യത്തില്ല കേട്ടോ. ചില തരം വീഡിയോസ് ഉണ്ട് അതിൽ ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ തന്നെ 2 വീഡിയോയ്ക്ക് ചെയ്തിട്ടില്ല കേട്ടോ യൂട്യൂബ്. കാരണം ഞാനൊരു ചെറിയൊരു 1 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഡോഗിൻ്റെയാണ് കേട്ടോ. ആ ഡോഗ് അങ്ങനെ അങ്ങോട്ട് ഓടിയിട്ട് ഇങ്ങനെ എന്തോ ചെയ്യുന്നൊരു ഇതായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല. പിന്നെന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ നൂല് കെട്ടായിരുന്നു കേട്ടോ. ഏകദേശം ലെങ്ത് അത് 12 മിനിറ്റോളം ഉണ്ട്. അതിനും എന്താ പറയുക മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ല. അപ്പോൾ ചില വീഡിയോസിൻ്റെ കാര്യത്തിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കത്തില്ല കേട്ടോ യൂട്യൂബ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു വീഡിയോയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആകാത്തത്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഹെഡിങ്ങിലോ എന്തെങ്കിലും കുഴപ്പമാണോന്നറിയില്ല, ചിലപ്പോൾ തമ്പനെയിലാണോന്നറിയില്ല. അപ്പോൾ തമ്പനെയിലും ഹെഡിങ്ങൊക്കെ ടൈറ്റിലൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ അതിന് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടോ. അപ്പോൾ പലതരത്തിൽ മോണിറ്റൈസേഷന് ഓഫാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വാച്ച് അവറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ വാച്ച് അവർ കുറയുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. 3 കാരണങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ പ്രത്യേകിച്ച് കുറയും. പിന്നെ ഈ 365 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ, പിന്നെ ഒരു അൺലിസ്റ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെച്ചാൽ വ്യൂസ് കുറയാൻ സാധ്യത. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇടയായിട്ട് കുറച്ച് മുമ്പായിട്ട് ഏകദേശം ഒരു 4-5 മാസം മുമ്പിൽ ഈ 3 മിനിറ്റിൽ താഴെയുള്ള വെർട്ടിക്കൽ വീഡിയോസ് നമ്മളിപ്പോൾ ഫോൺ ഇങ്ങനെ പിടിച്ചെടുക്കത്തില്ലേ നീളത്തിൽ,
ഇങ്ങനെ കൈവച്ച്, അതായത് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ എടുക്കാറുണ്ട്. ഇങ്ങനെ പിടിച്ച് വെർട്ടിക്കലായിട്ട് എടുക്കുന്ന വീഡിയോസിൽ 3 മിനിറ്റിൽ കുറവുള്ള വീഡിയോസ് ഉണ്ടാകത്തില്ലേ, ആ വീഡിയോസൊക്കെ ഷോർട്സിലേക്ക് യൂട്യൂബ് ആഡ് ചെയ്തു. മനസ്സിലായോ? നമ്മുടെ എല്ലാ വീഡിയോസും. അപ്പോൾ എനിക്ക് ഒരുപാട് വാച്ച് അവർ എൻ്റെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ വാച്ച് അവറിൻ്റെ ഇതിൽ നിന്ന് കുറയ്ക്കും യൂട്യൂബ്. മനസ്സിലായോ? ഷോർട്സിലേക്ക് ആഡ് ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയും വാച്ച് അവർ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരിൻ്റെ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ പ്രശ്നമാണ് എല്ലാവരും നേരിട്ടതെന്ന് വിചാരിക്കുന്നു കൂടുതലും. അല്ലാതെ ഇങ്ങനെ അൺലിസ്റ്റും പബ്ലിക്കും പ്രൈവറ്റൊന്നും ആക്കി വെച്ചിട്ട് കുറയാൻ സാധ്യതയില്ല. പിന്നെ കുറേ പേർക്ക് അറിയാതെയാണ്. അപ്പോൾ വാസ്തവത്തിൽ വാച്ച് അവർ കുറയുന്നില്ല. നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളും പിന്നെ 365 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വാച്ച് അവർ കുറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വാച്ച് അവർ നോക്കാൻ അറിയാത്തവർ കൂടുതലും ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം എങ്ങനെയാണ് വാച്ച് അവർ നോക്കുന്നത് എന്ന്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വാച്ച് അവർ നിങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. എൻ്റെ ഇതിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ റവന്യൂ ആണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ വാച്ച് അവർ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആകേണ്ട വാച്ച് അവറും അതേപോലെ ഫുൾ മോണിറ്റൈസേഷൻ ആകേണ്ട വാച്ച് അവറുമാണ് ഏൺ പേജിൽ കാണിക്കുക. പക്ഷേ എൻ്റെ ഇതിൽ റവന്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ റവന്യൂ എന്നൊരു സെക്ഷൻ കൂടെ ആഡായി വരുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എങ്കിലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ചിലവർ എന്താ പറയുക, YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ തന്നെ വാച്ച് അവർ കാണിക്കാറുണ്ടല്ലോ, അത് കുറഞ്ഞും കൂടി ഇരിക്കും. അത് രണ്ടും കൂടെ കാണിക്കുന്നതാണ് വരുന്നത്. അതിൽ ഇപ്പോൾ ഷോർട്സിൻ്റെ ആണെങ്കിലും വീഡിയോസിൻ്റെ ആണെങ്കിലും ആഡ് ചെയ്തിട്ടാണ് ആ വാച്ച് അവർ കാണിക്കുന്നത്. അപ്പോൾ അതല്ല വാസ്തവത്തിൽ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ലാസ്റ്റിൽ നമ്മുടെ ഇപ്പോൾ ഇത് സ്ക്രീൻ ലാസ്റ്റായിട്ട് ഏൺ എന്ന് കാണും. മനസ്സിലായോ? കമൻറ്റ് സെക്ഷൻ, പിന്നെ അതുപോലെ അനലിറ്റിക്സ്, ഏണ് അങ്ങനെ കാണും. അപ്പോൾ ഏൺ എന്ന അതിലാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് വരും. അപ്പോൾ അതിലാണ് നിങ്ങളുടെ വാച്ച് അവർ, പബ്ലിക് വാച്ച് അവർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. മനസ്സിലായോ? ഹാഫിൻ്റെയും ഫുള്ളിൻ്റെയും കാണിക്കും എത്രയായെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹാഫ് ആയിട്ടില്ലെങ്കിൽ ഹാഫിൻ്റെ മാത്രം നോക്കിയാൽ മതി, അതറിയാമല്ലോ. അപ്പോൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ അല്ലെങ്കിൽ ക്രോമിലൂടെ പോയിട്ട് വേണമെങ്കിലും YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഏൺ എന്ന പേജ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ മോണിറ്റൈസേഷന് വാച്ച് അവറും ഹാഫ് മോണിറ്റൈസേഷന് വാച്ച് അവറും കാണിക്കും കേട്ടോ. എത്രയാണെന്ന് ഉള്ളത് കാണിക്കും. എനിക്കിപ്പോൾ റവന്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. മോണിറ്റൈസേഷൻ ആയവർക്ക് എല്ലാവർക്കും റവന്യൂ ആയിരിക്കും കേട്ടോ കാണിക്കുന്നത്. അല്ലാത്തവർക്ക് ഇപ്പോൾ 4000-ൽ എത്രയാണ് വാച്ച് അവർ, 3000-ൽ എത്രയാണ് വാച്ച് അവർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.